സ്വന്തം അനുഭവം. അതുകൊണ്ടാണ് യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെയാണ് തന്റെ ലേഖനത്തിൽ എഴുതുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ അത് കണ്ട് സാക്ഷീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷിയുടെ 3-ാമത്തെ പ്രത്യേകത അവന് പറയാനുള്ളത് സ്വന്തം അനുഭവങ്ങൾ. ക്രിസ്തുവിനെ കുറിച്ചുള്ള കേട്ടുകേൾവികളല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള അമ്മൂമ്മ കഥകളല്ല, ക്രിസ്തു കേട്ടറിഞ്ഞ ഒരു പ്രതിഭാസമായിട്ടല്ല, ക്രിസ്തു നമുക്ക് കണ്ടറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഗീവർഗീസിനെ സംബന്ധിച്ചത്. ഗീവർഗീസിന് യേശു കേട്ടറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നില്ല, പിന്നെ അനുഭവിച്ചറിഞ്ഞത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥാനത്തെക്കാളും അദ്ദേഹത്തിന് വലുത് ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനം എന്താ? ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, ഇവിടെ അങ്ങനെയല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പല പള്ളിയിലും ചെല്ലുമ്പോൾ ഈ പള്ളിയുടെ പെരുന്നാളിന്റെ നോട്ടീസിലും ഫ്ലെക്സിലും ഒക്കെ പള്ളിയുടെ പടമുണ്ട്, പരിശുദ്ധന്റെ പടമുണ്ട്, കുർബാന ചൊല്ലുന്ന തിരുമേനിയുടെ പടമുണ്ട്, പുൾസ്കാരുടെ പടം, പടിയും മുടിയൊക്കെ വെച്ച് യേശുവിന്റെ പടമുണ്ട്. യേശു, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഉള്ളത് കൊണ്ടല്ലേ പരിശുദ്ധന്മാരുണ്ടായത്? കർത്താവിന്റെ പെരുന്നാളിൽ എത്ര പേര് സാക്ഷികളായി സംബന്ധിച്ചു? സമയം തന്നെ മാറ്റി തന്നു അല്ലേ? വേണമെങ്കിൽ 2 മണി അല്ലെ 3 മണി അല്ലെ 4, 5 തുടങ്ങിയാൽ മതി. എത്ര പേര് പോകും? നാളെ കൂത്ത് കാണാൻ എത്ര പേര് വരും? കർത്താവാണോ വലുത്, കൂത്താണോ വലുത്? ഞാൻ കൂത്ത് കാണേണ്ടതല്ല, അത് കാണുന്നിടത്ത് കാണുന്നത് കുഴപ്പമില്ല. പക്ഷെ കർത്താവിനെ കാണുന്നിടത്ത് ആരെ കാണണം? കർത്താവിനെ കാണണം. സാക്ഷിയുടെ 3-ാമത്തെ പ്രത്യേകത അവന്റെ ഓൺ എക്സ്പീരിയൻസ്. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അറിഞ്ഞത്, അതാണ് ക്രിസ്തു. ഇന്ന് സന്ധ്യയിൽ നസ്രായൻ ചോദിക്കുകയും ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ, കുഞ്ഞെ, നിനക്ക് ഞാൻ ആരാ? നിനക്ക് ഞാൻ ആരാ? പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് പടയാളിയായ ഗീവർഗീസ് സഹതയായത്.